ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. സ്ത്രീകൾ നയിക്കുന്ന വികസനത്തിലൂടെയാണ് 21ാം നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ മുന്നേറ്റമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി നേതൃത്വം നൽകുന്ന പരീക്ഷാ പേ ചർച്ച നാളെ. ബീഹാറിൽ NDA നേതൃത്വത്തിൽ നിതീഷ് കുമാർ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്യത്തിന്റെ ഊർജ്ജസ്വലമായ ജനാധിപത്യത്തിന് സുപ്രീം കോടതി കരുത്തു പകർന്നെന്ന് പ്രധാനമന്ത്രി. സുപ്രീം കോടതി വജ്ര ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഹൈദരാബാദ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് 28 റൺസ് ജയം. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ഇറ്റലിയുടെ യാനിക് സിന്നറിന്. വാർത്തകൾ വിശദമായി. ജനാധിപത്യത്തിന്റെ മാതാവെന്ന നിലയിൽ ഭാരതത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ജനാധിപത്യത്തിന്റെ ഉത്സവങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷം, 75 വർഷം പൂർത്തിയാക്കുന്ന ഇന്ത്യൻ ഭരണഘടനയും സുപ്രീം കോടതിയും എന്നിവ ഉദ്ധരിച്ചാണ് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ആഴത്തിലുള്ള ചർച്ചകൾക്ക് ശേഷം തയ്യാറാക്കിയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയെ ജീവനുള്ള രേഖ എന്ന് വിളിക്കുന്നു. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളെ ഒരു ചരടിൽ കോർത്തെന്നും വികസിത ഭാരതത്തിനായുള്ള നമ്മുടെ ദൃഢനിശ്ചയത്തിന്റെയും കൂട്ടായ്മയുടെ ശക്തിയെയും വെളിപ്പെടുത്തുന്നതാണ് ഇതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 21ാം നൂറ്റാണ്ടിലെ ഇന്ത്യ സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനത്തിലൂടെ മുന്നേറുകയാണ്. ഇത്തവണ റിപ്പബ്ലിക് ദിന പരേഡിലെ 20 സ്ക്വാഡുകളിൽ 11ലും വനിതകൾ മാത്രമായിരുന്നു. ജലം, ഭൂമി, ആകാശം, സൈബർ ലോകം, ബഹിരാകാശം എന്നിങ്ങനെ എല്ലാ മേഖലകളിലും സ്ത്രീശക്തി രാജ്യത്തെ സംരക്ഷിക്കുകയാണ്. സ്വയം സഹായ സംഘങ്ങളുടെ കാര്യത്തിലും സ്ത്രീകൾ മുദ്ര പതിപ്പിച്ചു. ഇത്തവണ പത്മ പുരസ്കാരം ലഭിച്ചവരിൽ 30 പേർ വനിതകളാണെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കാനായി രാജ്യത്ത് നടന്ന ശ്രമങ്ങൾ അനുകൂലാന്തരീക്ഷം സൃഷ്ടിക്കുകയാണെന്നും ഇതിലൂടെ നിരവധി പേരുടെ ജീവൻ രക്ഷിക്കപ്പെടുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ജീവിതാവസാനത്തിന് ശേഷവും സാമൂഹിക ജീവിതത്തോടുള്ള കടമകൾ നിറവേറ്റുന്നവരാണ് അവയവദാനം നടത്തിയവരെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ വ്യക്തമാക്കി. हाल के वर्षों में देश में 1000 से अधिक लोग ऐसे रहे हैं जिन्होंने अपनी मृत्यु के बाद अपने अंगों का दान कर दिया. ये निर्णय आसान नहीं होता, लेकिन ये निर्णय कई जिंदगियों को बचाने वाला होता है. സാമൂഹ്യ മാധ്യമങ്ങളുടെയും ഇന്റർനെറ്റിന്റെയും ഈ കാലഘട്ടത്തിൽ പോലും രാജ്യത്തെ മുഴുവൻ ബന്ധിപ്പിക്കുന്നതിനുള്ള ശക്തമായ മാധ്യമമാണ് റേഡിയോ എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. യുവ വോട്ടർമാരോട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ഒരു വോട്ടിന് രാജ്യത്തിന്റെ ഭാഗധേയം മാറ്റാനും രാജ്യത്തിന്റെ ഭാഗധേയം കെട്ടിപ്പടുക്കാനും കഴിയുമെന്ന് പ്രധാനമന്ത്രി യുവാക്കളെ ഓർമ്മിപ്പിച്ചു. ലോകത്ത് പല രാജ്യങ്ങളിലും വോട്ടിംഗ് ശതമാനം കുറയുമ്പോൾ ഭാരതത്തിൽ വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുന്നത് രാജ്യത്തിന് ആവേശം പകരുന്ന കാര്യമാണ്. ഇന്ന് രാജ്യത്ത് ഏകദേശം 96 കോടി വോട്ടർമാരുണ്ട്. ഇത് അമേരിക്കയിലെ മൊത്തം ജനസംഖ്യയുടെ 3 ഇരട്ടിയും യൂറോപ്പിലെ മൊത്തം ജനസംഖ്യയുടെ 1.5 ഇരട്ടിയുമാണെന്നും മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി വ്യക്തമാക്കി. രാജ്യത്ത് ജനാധിപത്യ മൂല്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് നിരന്തര ശ്രമങ്ങൾ നടത്തുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്ന പരീക്ഷാ പേ ചർച്ച നാളെ. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ് പരിപാടി. പരിപാടിക്കായി രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണത്തിൽ കഴിഞ്ഞ 6 വർഷത്തിനിടെ റെക്കോർഡ് വർധനയാണുണ്ടായത്. വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളുമായി 2,26,00,000 പേർ ഈ വർഷത്തെ പരീക്ഷാ പേ ചർച്ചയിൽ രജിസ്റ്റർ ചെയ്തതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. 3000-ഓളം പേർ പരിപാടിയിൽ നേരിട്ട് പ്രധാനമന്ത്രിയുമായി സംവദിക്കും. പരീക്ഷാ പേ ചർച്ചാ പരിപാടിയെ ഉത്സാഹത്തോടെയാണ് ഉറ്റുനോക്കുന്നതെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പരിപാടിയുടെ ഒരുക്കങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അവലോകനം ചെയ്തു. ബീഹാറിൽ BJP നേതൃത്വത്തിലുള്ള NDAയിൽ തിരിച്ചെത്തിയ JDU നേതാവ് നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. JDU, RJD, കോൺഗ്രസ് മഹാസഖ്യമുന്നണി വിട്ട നിതീഷ് കുമാർ ഇന്ന് രാവിലെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിരുന്നു. ഇത് 9ാം തവണയാണ് നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രിയാകുന്നത്. വൈകിട്ട് രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ BJPയിൽ നിന്നും JDUവിൽ നിന്നും 3 പേർ വീതം ഉൾപ്പെടെ 8 പേർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. നിയമനിർമ്മാണ സഭകളിൽ സാമാജികരും പാർലമെന്റ് അംഗങ്ങളും സംവാദം, ചർച്ചകൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകണമെന്നും സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. മുംബൈയിൽ പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ 84ാമത് അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ സമാപന യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സഭയുടെ അച്ചടക്കത്തിലും പെരുമാറ്റത്തിലും ഊന്നൽ നൽകാൻ പ്രിസൈഡിംഗ് ഓഫീസർമാർ ശ്രദ്ധിക്കണമെന്ന് ശ്രീ ധൻകർ ആവശ്യപ്പെട്ടു.
ഒരു രാജ്യം ഒരു നിയമസഭാ പ്ലാറ്റ്ഫോം എന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഈ വർഷത്തോടെ പൂർത്തിയാകുമെന്ന് ചടങ്ങിൽ പങ്കെടുത്ത ലോക്സഭാ സ്പീക്കർ ഓം ബിർള പ്രത്യാശ പ്രകടിപ്പിച്ചു. വിവിധ സംസ്ഥാനങ്ങളിലെ സ്പീക്കർമാർ, ഡെപ്യൂട്ടി സ്പീക്കർമാർ, നിയമസഭാ കൌൺസിൽ അധ്യക്ഷന്മാർ തുടങ്ങിയവർ 2 ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_ എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കേരള സാഹിത്യ അക്കാദമിയും സാംസ്കാരിക വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സാർവ്വദേശീയ സാഹിത്യോത്സവത്തിന് തൃശൂരിൽ തിരിതെളിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഫെബ്രുവരി 3 വരെ കേരള സാഹിത്യ അക്കാദമി അങ്കണത്തിലും തൃശൂർ ടൌൺ ഹാളിലുമായി 4 വേദികളിലാണ് സാർവ്വദേശീയ സാഹിത്യോത്സവം അരങ്ങേറുന്നത്. പാവപ്പെട്ടവരും കർഷകരും സ്ത്രീകളും ഉൾപ്പെടെ ജനങ്ങളുടെ വീട്ടുപടിക്കൽ സേവനം നൽകുന്ന രാജ്യത്തെ ഏറ്റവും വിശ്വസനീയമായ ശൃംഖലയാണ് തപാൽ വകുപ്പെന്ന് കേന്ദ്ര വാർത്താവിനിമയ സഹമന്ത്രി ദേവുസിംഗ് ജസിംഗ്ഭായ് ചൌഹാൻ. സാമൂഹിക സാമ്പത്തിക മാറ്റത്തിന്റെ ഉറവിടമായി മാറാൻ തപാൽ വകുപ്പ് തയ്യാറാവുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഹൈദരാബാദിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശ്രീ സീതാരാമചന്ദ്രസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചുള്ള പ്രത്യേക തപാൽ കവർ പ്രകാശനം ചെയ്യുകയായിരുന്നു മന്ത്രി. സ്വകാര്യ മേഖലയുടെ ആവിർഭാവത്തോടെ തപാൽ വകുപ്പ് ഇല്ലാതാകുമെന്ന വിശ്വാസത്തിന് വിരുദ്ധമായി കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി തെലങ്കാനയിൽ 58 പുതിയ പോസ്റ്റ് ഓഫീസുകൾ തുറന്നിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ ഊർജ്ജസ്വലമായ ജനാധിപത്യത്തെ സുപ്രീംകോടതി ശക്തിപ്പെടുത്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ സുപ്രീംകോടതി വജ്രജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോടതികളുടെ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ഇതിനായി 2014 ശേഷം 7000 കോടിയിലധികം രൂപ അനുവദിച്ചതായും അദ്ദേഹം പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്. ശക്തമായ നീതിന്യായ വ്യവസ്ഥയാണ് വികസിത ഇന്ത്യയുടെ അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്നത്തെ നിയമനിർമ്മാണം നാളത്തെ ഇന്ത്യയെ ശാക്തീകരിക്കും. നീതി ലഭ്യമാക്കുന്നതിൽ സാങ്കേതിക വിദ്യയ്ക്ക് വലിയ പങ്കുണ്ടെന്ന് പറഞ്ഞ അദ്ദേഹം വിവിധ പൌരകേന്ദ്രീകൃത സാങ്കേതിക സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഡിജിറ്റൽ രൂപത്തിലാക്കിയ സുപ്രീം കോടതി റിപ്പോർട്ടുകൾ, പുതിയ വെബ്സൈറ്റ്, ഡിജിറ്റൽ കോടതി 2.0 എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. സുപ്രീം കോടതിക്ക് പുതിയ മന്ദിരം നിർമ്മിക്കാൻ സർക്കാർ 800 കോടി രൂപ അനുവദിച്ചതായും അദ്ദേഹം അറിയിച്ചു. ലോകം മുഴുവൻ ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ രാജ്യത്തിന്റെ സാമ്പത്തിക നയങ്ങൾ ശോഭനമായ നാളത്തെ ഇന്ത്യയുടെ അടിത്തറയാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേസ് നൽകുന്നതിനുള്ള സൌകര്യം ഇപ്പോൾ ജനങ്ങളുടെ വിരൽത്തുമ്പിലുണ്ടെന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് പറഞ്ഞു. കഴിഞ്ഞ വർഷം ആരംഭിച്ച ഫയലിംഗ് സംവിധാനത്തിന്റെ നവീകരിച്ച പതിപ്പ് കേസ് നൽകുന്നത് ലളിതവും സൌകര്യപ്രദവുമാക്കി. ഇതുവരെ 1,28,000-ഓളം ഫയലിംഗുകൾ നടന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര പശ്ചിമബംഗാളിൽ പ്രവേശിച്ചു. ജൽപായ്ഗുഡി ജില്ലയിൽ ഇന്ന് അദ്ദേഹം പദയാത്ര നടത്തി. കാർഷിക സ്റ്റാർട്ടപ്പുകളുടെ കേന്ദ്രമായി ജമ്മുകാശ്മീർ ഉയർന്നുവരികയാണെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. കത്വയിൽ CSIR ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റഗ്രേറ്റീവ് മെഡിസിൻ സംഘടിപ്പിച്ച കിസാൻ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയ്ക്കെതിരായ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന് 28 റൺസ് ജയം. ഹൈദരാബാദിൽ നടന്ന ടെസ്റ്റിന്റെ 4ാം ദിനം 7 വിക്കറ്റ് നേടിയ ഇടം കയ്യൻ സ്പിന്നർ ടോം ഹാർഡ്ലിയാണ് ഇന്ത്യയെ തകർത്തത്. 2ാം ഇന്നിംഗ്സിൽ 202 റൺസിന് ഇന്ത്യയുടെ എല്ലാ താരങ്ങളും പുറത്താവുകയായിരുന്നു. 5 മത്സരങ്ങളുള്ള പരമ്പരയിലെ അടുത്ത ടെസ്റ്റ് ഫെബ്രുവരി 2 വിശാഖപട്ടണത്ത് ആരംഭിക്കും. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ഇറ്റലിയുടെ യാനിക് സിന്നറിന്. റഷ്യയുടെ ഡാനിൽ മെഡ്വദേവിനെ 5 സെറ്റ് നീണ്ട പോരാട്ടത്തിലാണ് സിന്നർ തോൽപ്പിച്ചത്. സ്കോർ 3-6, 3-6, 6-4, 6-4, 6-3. സിന്നറിന്റെ ആദ്യ ഗ്രാൻഡ്സ്ലാം കിരീടമാണിത്. കെയ്റോയിൽ നടന്ന ISSF ഷൂട്ടിംഗ് ലോകകപ്പിൽ ഇന്ത്യൻ സഖ്യം റിഥം സാങ്വാനും ഉജ്വൽ മാലിക്കും സ്വർണം നേടി. 10 മീറ്റർ എയർ റൈഫിൾസ് വിഭാഗത്തിൽ അർമേനിയൻ സഖ്യത്തെ 17-7 പരാജയപ്പെടുത്തിയാണ് നേട്ടം. അണ്ടർ 19 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യയ്ക്കെതിരെ അമേരിക്കയ്ക്ക് 327 റൺസ് വിജയലക്ഷ്യം. ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന മത്സരത്തിൽ ടോസ് നഷ്ടമായി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 50 ഓവറിൽ 5 വിക്കറ്റിന് 326 റൺസ് നേടി. ഇന്ത്യയ്ക്കായി അർഷിൻ കുൽക്കർണി സെഞ്ചുറി നേടി. ശ്രീലങ്കയിലെ വാസ്കഡുവ ശ്രീ സുബുദി മഹാവിഹാരത്തിൽ അശോക സ്തംഭത്തിന് ഇന്ത്യൻ ഹൈക്കമ്മീഷണർ സന്തോഷ് ഝാ തറക്കല്ലിട്ടു. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള സമ്പന്നമായ സാംസ്കാരിക ബന്ധത്തിന്റെ അടയാളമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. സ്ത്രീകൾ നയിക്കുന്ന വികസനത്തിലൂടെയാണ് 21ാം നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ മുന്നേറ്റമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി നേതൃത്വം നൽകുന്ന പരീക്ഷാ പേ ചർച്ച നാളെ.
ബീഹാറിൽ NDA നേതൃത്വത്തിൽ നിതീഷ് കുമാർ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്യത്തിന്റെ ഊർജ്ജസ്വലമായ ജനാധിപത്യത്തിന് സുപ്രീം കോടതി കരുത്ത് പകർന്നെന്ന് പ്രധാനമന്ത്രി. സുപ്രീം കോടതി വജ്ര ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഹൈദരാബാദ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് 28 റൺസ് ജയം. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ഇറ്റലിയുടെ യാനിക് സിന്നറിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.